ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കും എനിക്ക് ഒരുപാട് പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു എന്നല്ലേ? പക്ഷേ അങ്ങനെ ഒരാളെ അല്ലായിരുന്നു ഞാൻ. എനിക്ക് പ്ലാന്റ്സിനോടൊന്നും അങ്ങനെ വലിയൊരു അറ്റാച്ച്മെൻറ്റോ പ്ലാന്റ്സ് വെക്കുന്ന ഇഷ്ടമോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്ന ഒരാളായിരുന്നു ഞാൻ. എൻ്റെ അമ്മ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വന്നാലോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് വന്നാലോ എപ്പം പുറത്ത് പോയിട്ട് വന്നാലോ ഒരു ചെടിക്കമ്പുമായിട്ടെങ്കിലേ വീട്ടിലോട്ട് എത്തത്തുള്ളൂ. അപ്പോഴൊക്കെ വലിയ അഭിമാനത്തോടെ പറയും, ഞാൻ പോകുന്ന വഴിക്ക് ചെടി കണ്ട് ഞാൻ ആ വീട്ടുകാരോട് പോയി ചോദിച്ച് അവർ പറഞ്ഞ് ശരി ഇഷ്ടം എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കമ്പ് തന്നു എന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടി വന്നിട്ട് പറയും കേട്ടോ. അല്ലെങ്കിൽ ചില സമയത്ത് പ്ലാന്റ്സ് അടിച്ചു മാറ്റിക്കൊണ്ട് വരാറുണ്ട്. അതായത് ഗേറ്റിൻ്റെ പുറത്തുകൂടെയൊക്കെ കാണുന്ന ചെടികളുണ്ടല്ലോ, അതൊക്കെ പിച്ചിട്ട് വെട്ടിയിട്ട് വന്നിട്ട് പറയും അവിടെ ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങ് പിച്ചി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആരോടും പറയാതെ എടുക്കുന്ന ചെടികളൊക്കെ പെട്ടെന്ന് വളരുമെന്ന്. എനിക്കതിൻ്റെ സൈക്കോളജി ഒന്നും അറിയില്ല, പക്ഷേ അമ്മ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് അങ്ങനെ എടുക്കുന്ന ചെടികളൊക്കെ നന്നായിട്ട് വളരുമെന്ന്. അന്ന് ഇതൊക്കെ വന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ എനിക്ക് യാതൊരുവിധ വികാരവും തോന്നിയിട്ടില്ല. ഞാൻ അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് ഇതെന്താ ഈ കാണുന്ന ചെടികളൊക്കെ ഓരോ വട്ടം പോകുമ്പോൾ ഓരോരുത്തരത്തു നിന്ന് പിച്ചി കൊണ്ടുവരുന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞ് 8 വർഷം വരെ എൻ്റെ ആ ചിന്തയ്ക്ക് യാതൊരുവിധ മാറ്റമൊന്നും ഇല്ലായിരുന്നു ചെടിയുടെ കാര്യത്തിൽ. ചെടി അങ്ങനെ വേണ്ടമായിട്ടൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ഇത്രയും ചെടികൾ ഇപ്പോൾ വാങ്ങിക്കുന്നതും നോക്കുന്നതൊക്കെ എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അത് ജീവിതത്തിലൊരു ടൈമായപ്പം എനിക്ക് ഒരുപാട് ഞാൻ ഓവർ തിങ്കിങ് ചെയ്യും. അത് ഓവർ തിങ്കിങ് എന്ന് വെച്ചാൽ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന സമയത്ത് എൻ്റെ മനസ്സുകൊണ്ട് എനിക്കൊരു യാതൊരു സമാധാനവും കിട്ടുന്നില്ല. ചുറ്റുമുള്ള ആൾക്കാരൊന്നുമല്ല നമുക്ക് സമാധാനം തരേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലേ? അപ്പോൾ എനിക്ക് സന്തോഷിക്കാൻ എനിക്ക് സ്വന്തമായിട്ടൊരു റീസൺ കിട്ടാത്ത പോലെയൊക്കെ തോന്നുന്നു, ഒരു ഹാപ്പിനെസ് ഇല്ലായ്മ. അപ്പോൾ എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെയാണ് മാർഗ്ഗമെന്നൊക്കെ നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ച് നോക്ക്, അതൊക്കെ വെച്ച് അതിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നിൻ്റെ ഈ ചിന്തകൾ കുറച്ച് മാറ്റം ഉണ്ടാകുമെന്ന്. പക്ഷേ അന്നൊന്നും എനിക്ക് ചെടിയുടെ അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് ചെടിയോടൊന്നും ക്രേസുള്ള ആളല്ല, എനിക്കതിനകത്ത് മാറ്റമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ വീട് ഷിഫ്റ്റ് ചെയ്തു. അത് ഞാൻ അന്ന് താമസിച്ച വീട്ടിൽ നിന്നും പുതിയൊരു വീട്ടിലോട്ട് മാറി. ഞാൻ താമസിക്കുന്ന ഒരു കമ്പനി ക്വാർട്ടേഴ്സിലാണ്. നമ്മുടെ ഹസ്ബൻഡിന് പ്രൊമോഷനൊക്കെ കിട്ടുന്നതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ റൂം ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ പുതിയതായിട്ടൊരു റൂം ചേഞ്ച് സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഒരു വലിയ വീടെന്ന് വെച്ചാൽ കുറച്ചുകൂടി സ്പേസ് ഉള്ള ഒരു വീട് എനിക്ക് കിട്ടി. അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കിയപ്പോൾ അവിടെ നല്ല സ്പേസ് ഉണ്ട്. പഴയ വീട്ടിൽ എനിക്ക് അത്ര സ്പേസ് ഇല്ലായിരുന്നു. ഈ വീട്ടിൽ കുറച്ചും കൂടെ സ്പേസ് കൂടുതലായിട്ട് ഫീൽ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ കുറച്ച് ഇൻറ്റീരിയർ ഡിസൈൻസൊക്കെ ചെയ്യാം. ഇൻറ്റീരിയർ ഡിസൈൻസ് എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഒരുപാട് പ്ലാന്റ്സൊക്കെ നമ്മുടെ ലിവിങ് റൂമിലൊക്കെ വെച്ച് നല്ലതായിട്ട് ആൾക്കാർ അറേഞ്ച് ചെയ്യുന്നതൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയ ഒരു ആഗ്രഹമാണ് ചെടി വാങ്ങണം എന്നുള്ളത്. അങ്ങനെ തുടങ്ങിയ യാത്രയാണ് എൻ്റെ ചെടി വാങ്ങൽ. പക്ഷേ യഥാർത്ഥത്തിൽ ലിവിങ് റൂമിൽ വെക്കണം, അവിടെ വെക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇൻറ്റീരിയറിന് വേണ്ടി പ്ലാൻ ചെയ്തതാണെങ്കിലും പിന്നീട് ചെടി വാങ്ങുന്നതും ചെടിയെ ടേക്ക് കെയർ ചെയ്യുന്നതും അതിന് വെള്ളം കൊടുക്കുന്നതും അതിൽ നിന്ന് ചില ചെടികളുടെ മുട്ടൊക്കെ വരുമല്ലോ, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങുന്നൊരു ഫീലിംഗ് തോന്നും. ഞാൻ വെച്ച ഏതെങ്കിലും ഒരു ചെടി എടുക്കുമ്പോൾ എൻ്റെ മനസ്സിന് തോന്നുന്നത് കേട്ടോ, ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ മനസ്സിനോട് സങ്കടമൊക്കെ തോന്നിയ സമയത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അവരും പറഞ്ഞു പ്ലാന്റിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചു അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കണമല്ലോ, എനിക്കതിന് പ്ലാനിനോട് അത്ര ക്രേസൊന്നും ഇല്ലല്ലോ. പക്ഷേ ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു ലുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ചെടികളിൽ നിന്ന് പിന്നീട് എൻ്റെ ഈ ചെടികൾ പകുതിയും ഞാൻ പറഞ്ഞില്ലേ ഓവർ കെയറിങ് ഒക്കെ കൊടുത്തത്. അതായത് എനിക്ക് ആദ്യമൊക്കെ ചെടി എങ്ങനെ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. കൂടുതൽ ഇൻഡോർ പ്ലാന്റ്സ് ആയിരുന്നു വാങ്ങിയത്. വെള്ളമൊക്കെ കൂടുതൽ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് എൻ്റെ ചെടി ഓവർ കെയറിങ് കൊടുത്തിട്ട് ചിലതൊക്കെ കേടായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കുറേ ചെടികളുടെ രീതിയൊക്കെ പഠിച്ചു വരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ചെടി വെക്കുന്നതും എവിടെ പോയി ചെടി കണ്ടു കഴിഞ്ഞാലും എൻ്റെ അമ്മയെ പോലെ അയ്യോ ഇത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം, ഈ ചെടി കൊള്ളാമെന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ. എൻ്റെ ജീവിതത്തിൽ എന്തിനൊരു സമയം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ സത്യമാണ്. ഞാനൊരിക്കലും ഒരു പ്ലാൻ ലവറാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ കൊണ്ട് കുറേ ചെടികൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൊണ്ട് വെക്കുമ്പം വേറെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയാലോ പുറത്ത് പോയാലോ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ചെടിക്കാൻ പോയിട്ട് വരുമ്പോൾ എനിക്കിങ്ങനെ ഒരു ഇഷ്ടമോ കാര്യങ്ങളോ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനത് ഹെൽപ്പും ചെയ്യാൻ പോകാറില്ലായിരുന്നു. ഞാനിപ്പം എവിടെ ചെടി എന്നിട്ട് എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചെടി വാങ്ങിച്ചിട്ട് ഞാൻ 2 ദിവസമൊക്കെ ആകും ട്രെയിനിലാണെങ്കിൽ ഇങ്ങെത്താൻ, ഫ്ലൈറ്റിലാണെങ്കിൽ 1 ഡേയിലെത്തും. അവിടുന്ന് വരെ ഞാൻ ചെടി എടുത്തിട്ട് വന്നിട്ട് കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടമാണ്. അതിനെ വളർത്താനും വെള്ളം ഒഴിച്ചു കൊടുക്കാനും പുതിയ മുട്ടിട്ട് വരുന്ന കാണുമ്പോൾ ആ സന്തോഷമൊക്കെ എനിക്കിപ്പം ചെടികളെന്ന് വെച്ചാൽ എനിക്ക് അത്രത്തോളം എനിക്കിപ്പോൾ ഇഷ്ടമാണ്. എവിടെ ഏതൊരു ചെടി കണ്ടു കഴിഞ്ഞാലും ആലോചിക്കും കേട്ടോ, ഇങ്ങനൊരു ചെടി എൻ്റെ ഈ ചെടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നെപ്പോലെ ചെടി അതിനു മുമ്പൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ അതേപോലെ എന്നെപ്പോലൊരു ചേഞ്ച് വേണം എന്ന് കരുതി പ്ലാന്റ്സൊക്കെ വാങ്ങിച്ച് ഇഷ്ടപ്പെടാനുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. സോ പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.